ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നിന്നും 2026 നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇനി വെറും 2 മാസമാണ് ബാക്കിയുള്ളത്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം 2025 നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് 2026 അനുഭവപ്പെടുക. കാരണം ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റേഴ്സ് ആ മാറ്റങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് വീഡിയോ ചെയ്യുമ്പോഴാണ് റീച്ച് ആവുക. ഓരോ കാലഘട്ടത്തിലും യൂട്യൂബ് അതിൻ്റെ അൽഗോരിതം ഓപ്ഷനും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് വരുത്താറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ ക്രിയേറ്റേഴ്സ് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് റീച്ച് കിട്ടുകയുള്ളൂ. നമ്മൾ പണ്ട് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ പാറ്റേൺ പിടിച്ച് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് വരണം എന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ അറിഞ്ഞ് 2026 നമ്മൾ മാറി ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് 2025 നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2026 നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യമായി പറയുന്നത് 2026 ആകുമ്പോൾ യൂട്യൂബിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ 3 ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. 3 ടൈറ്റിലും 3 തംബ്നെയിലും AB ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 3 ടൈറ്റിലും 3 തംബ്നെയിലും മാച്ചിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും വ്യൂസ് വരുന്നത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തി പെർമനൻ്റ് ആയിട്ട് വിന്നറായി പ്രഖ്യാപിച്ച് അത് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ 3 രീതിയിൽ കൊടുത്തു കഴിയുമ്പോൾ ഏതിനാണോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വ്യൂസ് കിട്ടുന്നത് അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഒരു വലിയൊരു കൺഫ്യൂഷൻ അവിടെ മാറിക്കിട്ടുന്നതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം 2026 ആകുമ്പോഴേക്കും യൂട്യൂബിൻ്റെ ഇൻ്റർഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരിക്കില്ല. ഒരുപാട് പുതിയ ഫീച്ചറൊക്കെ നൽകിയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ പല രീതിയിൽ യൂട്യൂബ് മാറ്റി അപ്ഡേറ്റ് ചെയ്ത് പുതിയ രീതിയിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2026 ആകുമ്പോൾ ഇപ്പോൾ കാണുന്ന രീതിയിലായിരിക്കില്ല. ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചറും ഇൻ്റർഫേസൊക്കെ മാറിയിട്ടായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുക. ഇതുകൂടാതെ യൂട്യൂബിൽ വരുന്ന വലിയൊരു മാറ്റം കമൻറ്റ് സെക്ഷനിലാണ്. കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് 2025 കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് വോയിസ് റിപ്ലൈ കൊടുക്കാമെന്നുള്ളതാണ്. 30 സെക്കൻഡ് വരെ ലെങ്ത്തുള്ള വോയിസ് റിപ്ലൈ, നമ്മളെ കമൻറ്റിന് നമുക്ക് റിപ്ലൈ കൊടുക്കുന്നത് വോയിസ് ആയിട്ട് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. 2026 കൂടിയിട്ട് ഇതെല്ലാവരിലേക്കും എത്തുന്നതാണ്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ വരുന്നുണ്ട്. അതായത് നമ്മളൊരു കമൻറ്റ് ആർക്കൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോക്ക് ഇനി മുതൽ സബ് ചെയ്താൽ മാത്രമേ കമൻറ്റ് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കൺട്രോൾ 2025 വരുന്നുണ്ട്. ഇപ്പോൾ 2026 കൂടിയിട്ട് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതാണ്. ഇത് തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ കൺട്രോൾ ചെയ്യാം. പബ്ലിക്കിന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാം. അതല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം കമൻറ്റ് കൊടുക്കുന്ന രീതിയിലാക്കാം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സബ് ചെയ്തവർക്ക് മാത്രം, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും സബ് ചെയ്താൽ മാത്രമേ കമൻ്റ് ഇടാവൂ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാൻ വളരെയധികം സഹായകരമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന മറ്റൊരു മാറ്റമാണ് കൂടുതൽ ക്ലാരിറ്റിയിൽ ഓട്ടോമാറ്റിക് സജഷനായിട്ട് വരിക. നമുക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല റിപ്ലൈ കൊടുക്കാൻ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് യൂട്യൂബ് സജഷൻ തരുന്നുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ താങ്ക് യു, വെൽക്കം ഇതൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മറുപടി അവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആകുന്നുണ്ട്. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഗ്രൂപ്പായിട്ട് ഒരുപാട് ബൾക്കായിട്ട് റിപ്പോർട്ട് അടിക്കാനും റിപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷനുകളൊക്കെ 2026 കൂടിയിട്ട് എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ഇതുകൂടാതെ വലിയൊരു മാറ്റം വന്ന മേഖലയാണ് ലൈവ്. യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഈ ഒരു അടുത്ത സമയത്തായിട്ട് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ലൈവ് സെക്ഷനിൽ യൂട്യൂബ് ഒരുപാട് അപ്ഡേറ്റുകൾ 2025 കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, നമ്മൾ ലൈവ് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രാക്ടീസ് മോഡ്, ഒരു റിഹേഴ്സൽ പോലെ ഒരു ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ട്. പബ്ലിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് യൂട്യൂബിൻ്റെ ആ ലൈവിൻ്റെ ഒരു ഡെമോ ചെയ്ത് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അതുകൂടാതെ ലൈവ് ചെയ്യുന്നവർക്ക് നല്ല കിടിലൻ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് യൂട്യൂബ് അതിലെ ഹൈലൈറ്റ്സ്, നമ്മുടെ ലൈവിലെ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഷോർട്സ് യൂട്യൂബ് ഫ്രീ ആയിട്ട് യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലൊരു ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ യൂട്യൂബിൽ ലൈവ് ചെയ്യുമ്പോൾ ഇനി മുതൽ 75ലധികം ലൈറ്റ് വെയിറ്റ് ഗെയിം കളിക്കാം
എന്നുള്ളതാണ്. ലൈവായിട്ട് തന്നെ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ ഗെയിം കളിക്കാം എന്നുള്ളതാണ്. അതുപോലെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ മറ്റൊരു ലൈവ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ലൈവ് കമൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാം. ഇതിനോട് കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈവ്. നമുക്ക് ഒരേ സമയം രണ്ട് രീതിയിലും ലൈവ് ചെയ്യാമെന്നുള്ളതും ഇതിൻ്റെയൊക്കെ ഒരു കമൻറ്റ് സെക്ഷൻ ഒരേ സമയം നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളതും. ഇപ്പോൾ ടി വിയിലൊക്കെ ലൈവ് കാണുന്നവർക്കും അതുപോലെ ഇതിൽ ഈ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനിൽ കാണുന്നവർക്കും നമ്മുടെ മൊബൈലിൽ ഷോർട്സ് റേഷ്യോ പോലെ കാണുന്ന ലൈവ് കാണുന്നവർക്കൊക്കെ ഒരേ സമയം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള അപ്ഡേറ്റും ലൈവിൽ വന്നിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ അതിൽ തന്നെ ലൈവ് തടസ്സപ്പെടാതെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൂടുതൽ വരുന്ന ഓപ്ഷനും 2025 വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ 2026 നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു അപ്ഡേറ്റ് ഷോപ്പിംഗ് ഓപ്ഷനിലാണ്. നമുക്ക് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൽ നമുക്ക് ഷോപ്പിംഗും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നതിൽ നല്ല അപ്ഡേറ്റുകൾ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്ക് കൂടുതൽ സൈറ്റുകൾ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സൈറ്റുകൾ യൂട്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു കൂട്ടം, ഒരു ബൾക്കായിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ഐറ്റംസുകൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്സിലൊക്കെ അത് ടാഗ് ചെയ്യുമ്പോൾ കൂടുതൽ റവന്യൂ നമുക്ക് നേടാൻ കഴിയുന്ന ഓപ്ഷനാണ്. ഒരുപാട് പേർക്ക് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആളുകൾ അത് വാങ്ങിക്കും. അതുപോലെ തന്നെ ബ്രാൻഡിനെ നമുക്ക് ടാഗ് ചെയ്യാം. നമ്മളൊരു ബ്രാൻഡിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡിനെ തന്നെ നമുക്ക് ടാഗ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ 2025 ലൈവ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ കൂടുതൽ ഷോർട്സ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. 2025 ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് വന്നൊരു മേഖല എന്ന് പറയുന്നത് ഷോർട്സ് ആണ്. ഷോർട്സിൽ ഒരുപാട് AI എഫക്റ്റുകൾ അഡീഷണൽ ആയിട്ട് യൂട്യൂബ് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. 2026 അത് യൂട്യൂബ് ഒരുപാട് ഫെസിലിറ്റീസ്, ന്യൂ ഓപ്ഷൻസുകൾ ഷോർട്സിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ യൂട്യൂബ് ഒരു പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. അതായത് മിനിമം ഒരു 3 വീഡിയോ ഒക്കെ നമുക്ക് കോഴ്സിൽ പെടുത്തി ആ ഒരു സെക്ഷനിൽ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വീഡിയോയിൽ അഡ്വർടൈസ്മെന്റ് വരുന്ന പോലെ തന്നെ ആ ഒരു സെക്ഷൻ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ യൂട്യൂബ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസുമായിട്ട് താരതമ്യമുള്ള ഏതെങ്കിലും വീഡിയോ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള, അത് റിമൂവ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ വരുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുതിയൊരു തുടക്കമാണെന്ന് പറയാം. നമ്മുടെ ഫേസുമായിട്ട് കമ്പയർ ഉള്ള ഒരു AI വീഡിയോ ഒക്കെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ അത് കോപ്പിറൈറ്റ് മാച്ച് ടൂളിൻ്റെ അവിടെ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടൂള് നമുക്ക് 2026 കൂടി കിട്ടുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അവരുടെ ഒരു ഐഡന്റിറ്റി ഇന്നത്തെ കാലത്ത് അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് പല തരത്തിലും വീഡിയോസ് വരും. അപ്പോൾ അവരുടേതല്ലാത്ത ഒരു ഫേസുമായിട്ട് താരതമ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന, റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് 2026 കൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ 2025 വന്ന വലിയൊരു മാറ്റമാണ് ഇൻസ്റ്റാഗ്രാം പോലെ കൊളാബറേറ്റ് ചെയ്യാമെന്നുള്ളത്. മറ്റൊരു ക്രിയേറ്ററുമായിട്ട് കൊളാബ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്നുള്ള അപ്ഡേറ്റ് അതിപ്പോൾ 2025 വന്നിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം. 2026 കടക്കുമ്പോൾ 2025 നിന്ന് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 2025 നമുക്ക് കിട്ടിയ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു ഓട്ടോ ഡബ്ബിംഗ് എന്നുള്ളത്. വ്യത്യസ്ത ലാംഗ്വേജുകളിൽ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയും എന്നുള്ളത്. ഇത് ഓണാക്കിയിട്ട് പലരും ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മലയാളത്തിൽ കാണുന്നവർക്ക് വ്യത്യസ്ത ലാംഗ്വേജുകളിലൊക്കെ കാണുന്നു എന്നുള്ളത്. എന്തായാലും 2025 നമുക്ക് കിട്ടിയ പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു അത്. വ്യത്യസ്ത ലാംഗ്വേജുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡബ് ചെയ്ത് കാണാമെന്നുള്ളത്. അതുപോലെ ഷോർട്സിൽ വന്നിട്ടുള്ളൊരു മാറ്റമായിരുന്നു ഷോർട്സിന്റെ വ്യൂസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ഒരർത്ഥത്തിൽ നോക്കിയാൽ നല്ലതാണ്, മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു. അതായത് നമ്മളൊരു ഷോർട്സിന് നമ്മളിപ്പോൾ ഒരു 1 lakh വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു വ്യൂസ് ഉണ്ടായിരിക്കില്ല, എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഓപ്ഷൻ. അപ്പം നമ്മളൊരു 1 lakh വ്യൂസ് കാണുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഓക്കെ അയാൾക്ക് അത്രയും വ്യൂസ് ഉണ്ട്, പക്ഷെ ആക്ച്വലി നമുക്ക് എൻഗേജ്ഡ് വ്യൂസ് അതിൽ കുറച്ച് കാണിക്കുന്നതും 2025 വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2025 വന്ന വലിയൊരു മാറ്റമായിരുന്നു ആഡ് സ്ലോട്ടുകൾ. യൂട്യൂബ് പണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് സ്ലോട്ടുകൾ
കൊടുക്കുമെങ്കിലും നമുക്ക് മാനുവലായിട്ട് കൊടുക്കാമായിരുന്നു 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിന്. എന്നാൽ യൂട്യൂബ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകളാണ് കൊടുക്കുന്നത്. മാനുവലി നമ്മൾ കൊടുത്താലും അത് അഡ്വർടൈസ്മെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്തൊരു ഭാഗത്താണെങ്കിൽ അത് റെഡ് കളറിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ കൂടുതൽ ആഡ് സ്ലോട്ടുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബ് റിമൂവ് ചെയ്തു. പകരം അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരാനുള്ള സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് മാനുവലി കൊടുത്താൽ മാത്രം അവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മാനുവലി കൊടുത്താലും അത് റിജക്റ്റ് ചെയ്യുന്ന അപ്ഡേറ്റും യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ, ലൈവ്, മൊത്തത്തിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന്, അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് 2026 നമ്മൾ കാണുന്നത്. ഇനിയും 2 മാസമുണ്ട്. ഒരുപാട് അപ്ഡേറ്റുകൾ യൂട്യൂബിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂട്യൂബ് ഫ്രീ ബോണസൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനിയും ക്രിയേറ്റേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല പ്രോഗ്രാമുകൾ, അതുപോലെ ബോണസ് ഫീച്ചേഴ്സൊക്കെ യൂട്യൂബ് കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോ ചെയ്താലാണ് 2026 നമുക്ക് വിജയിക്കാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ അപ്ഡേറ്റിനെ കുറിച്ച് 2025 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.